മലയാളത്തിലെ അഭിമാന ചിത്രമാണ് ദൃശ്യം. 2013 മുതൽ ഇപ്പോഴും മലയാളികളെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ള സിനിമയാണ് ദൃശ്യം. ഇപ്പോൾ ദൃശ്യം 3യുടെ മലയാളം വേർഷന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ദൃശ്യം 3യുടെ എല്ലാ റൈറ്റ്സും ആശീർവാദ് സിനിമാസ് ഹിന്ദി നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസിന് നൽകി എന്നുള്ളതാണ്. എല്ലാ റൈറ്റ്സും എന്ന് പറയുമ്പോൾ അതിൽ ഡൊമസ്റ്റിക് ആൻഡ് ഓവർസീസ് തിയേറ്റർ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ OTT റൈറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ് റൈറ്റ്സ് ഉണ്ട്, ഡിജിറ്റൽ റൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പനോരമ സ്റ്റുഡിയോ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് മലയാളം വേർഷന്റെ റൈറ്റ്സ് ആണ് അവർ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ദൃശ്യം 2 നമുക്കറിയാം OTTയിൽ റിലീസ് ചെയ്തതിനു ശേഷമാണ് ഹിന്ദിയിൽ അവർ സിനിമ നിർമ്മിച്ചത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ദൃശ്യം 3ക്ക് വരരുത് എന്ന് ഹിന്ദി നിർമ്മാതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ മലയാളം വേർഷന്റെ മുഴുവൻ റൈറ്റ്സും വാങ്ങിയിരിക്കുന്നത്. ഇനി ദൃശ്യം 3 മലയാളം വേർഷൻ എപ്പോൾ തിയേറ്ററിൽ എത്തണമെന്നോ അതല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള റിലീസ് ആവണമെന്നോ ഒക്കെ തീരുമാനിക്കുന്നത് പനോരമ സ്റ്റുഡിയോസ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ദൃശ്യം 3 എന്ന സിനിമയിൽ ആന്റണി പെരുമ്പാവൂരിനും അതുപോലെ ആശീർവാദ് സിനിമാസിനും ഒന്നും ഇനി ഒരു അവകാശവും ഇല്ല നിലവിൽ എന്നുള്ളതാണ്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാളം വേർഷൻ തന്നെ ആയിരിക്കും ആദ്യം തിയേറ്ററിൽ എത്തുക എന്ന് സംവിധായകനായ ജീതു ജോസഫ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മലയാളം വേർഷന്റെ നിലവിലുള്ള എല്ലാ റൈറ്റ്സും പനോരമ സ്റ്റുഡിയോസിന്റെ കയ്യിലാണ്. അവരെ സംബന്ധിച്ച് അവരുടെ മെയിൻ ടാർഗറ്റ് ഹിന്ദി വേർഷൻ ആണ്. കാരണം മലയാളത്തിനേക്കാൾ ഒരുപാട് മാർക്കറ്റ് സാധ്യതകൾ ഉള്ളത്. അങ്ങനെ ഇരിക്കെ മലയാളം വേർഷൻ ആദ്യം റിലീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹിന്ദി വേർഷന്റെ തിയേറ്റർ പരിപാടികളെയൊക്കെ ബാധിക്കും. അതിനാൽ തന്നെ മലയാളം വേർഷൻ ഒരു പക്ഷേ ചെറിയ റിലീസിലൊക്കെ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആശീർവാദ് സിനിമാസിന് നിലവിൽ ദൃശ്യം 3യുടെ ഈ ഒരു സെയിലിലൂടെ വലിയ ലാഭം തന്നെയായിരിക്കും കിട്ടിയിരിക്കുക. ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ദൃശ്യം 3യെ സംബന്ധിച്ച് എത്ര തുക കിട്ടിയാലും അത് വലിയ പ്രോഫിറ്റ് ആണ്. മലയാളത്തിന്റെ വാണിജ്യ സമവാക്യങ്ങൾക്ക് പുതിയ മാനം നൽകാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തെ ഇങ്ങനെ മറ്റൊരു ഭാഷയിലെ നിർമ്മാതാക്കൾക്ക് കൊടുത്തതിനൊക്കെ വലിയ വിമർശനമുണ്ട്. മലയാളം വേർഷൻ വളരെ പ്രോപ്പറായിട്ട് തന്നെ തിയേറ്ററിൽ എത്തുമെന്ന് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളതും ഒരു ആശങ്കയാണ്. ദൃശ്യം 3 2026 തിയേറ്ററിൽ എത്തും. അത് എപ്പോഴായിരിക്കുമെന്ന് അറിയില്ല. കുറഞ്ഞത് ഹിന്ദി റിലീസ് ചെയ്യുന്നതിന്റെ 2 മാസം മുൻപെങ്കിലും തിയേറ്ററിൽ എത്തുമെന്നാണ് ജിതു ജോസഫ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. എഗ്രിമെന്റ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 2026 ഒരു പകുതിയോടെ ദൃശ്യം തിയേറ്ററിൽ എത്താൻ സാധ്യതയുണ്ട്. 2026 ഒക്ടോബറിലാണ് ഹിന്ദി വേർഷന്റെ റിലീസ് വെച്ചിരിക്കുന്നത്.